नमस्ते बच्चों, आज की कक्षा में आप सबको मैं स्वागत करती हूँ। पिछली कक्षा में हम नागार्जुन की कविता अकाल और उसकी बात कविता की पहली 4 पंक्तियाँ पढ़ लिया था ना। നാഗാർജുനൻ്റെ അക്കാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിലെ 4 വരികൾ നമ്മൾ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വർക്ക്ഷീറ്റൊക്കെ എല്ലാവരും ചെയ്തോ? എന്നാൽ നമുക്കിന്ന് അതിൻ്റെ ബാക്കി വരികൾ പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? अकाल और उसकी बात कविता की पहली 4 पंक्तियाँ अभी सुनेंगे. നമുക്ക് ഇപ്പോൾ 4 വരികൾ ഒന്നുകൂടെ കേൾക്കാം. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. बच्चों, कविता का नाम क्या है? हाँ बताना. हाँ, अकाल और उसके बाद. और कवि कौन है? कवि का नाम है नागार्जुन. नागार्जुन हिंदी साहित्य के प्रसिद्ध कवि और साहित्यकार भी है ना? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. बच्चों, मैंने बताया ना, इस कविता में 2 भाग है. पहला भाग कौन सा है? पहला भाग है अकाल. और दूसरा भाग में क्या बताते हैं? हाँ, अकाल के बाद क्या होता है ये बता रहे हैं. കഴിഞ്ഞ 4 വരിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? बताना. चूहा रोई है ना. फिर क्या पढ़ा था? चक्की रही उदास. और उसके बाद क्या पढ़ा था? हाँ, कानी कुतिया सोई वहाँ, है ना. हाँ, कानी कुतिया भी सोई पड़ी थी. और लास्ट में क्या पढ़ा था? छिपकली इधर उधर घूम रहे हैं, कुछ खाने के लिए उसको नहीं मिल रहे हैं. ये सब पिछले कक्षा में हम पढ़ लिया था ना. छिपकलियों की गश्त और चूहों की हालत भी बड़ी बुरी तरफ है. बुरी हालत है चूहों को भी. हाँ, ये सब पढ़ लिया था. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. ഇവിടെ നാം ആദ്യത്തെ വരികളിൽ കണ്ടതുപോലെ തന്നെ ചില പദങ്ങൾ ആവർത്തിച്ച് വരുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു പ്രാവശ്യം കൂടെ കേട്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. बच्चों, इन पंक्तियों में कौन सा शब्द कई बार आए हैं? बताना. हाँ, कौन सा शब्द है?
कई दिनों के बाद, है ना। अकाल का प्रभाव कई दिनों तक बना रहा है. ദീർഘകാലമായി ഇതിൻ്റെ ഫലങ്ങൾ സമസ്ത ജീവജാലങ്ങൾക്കും അനുഭവിക്കേണ്ടതായി വന്നു. ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ബച്ചോ, അകാൽ കെ ബാദ് അബ് ക്യാ ക്യാ പരിവർത്തൻ ആ രഹാ ഹേ? ക്ഷാമത്തിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? ദാനേ ആയേ ഘർ കെ അന്തർ കൈ ദിനോं के बाद. इसका मतलब क्या है? आज कई दिनों के बाद घरों में അനാജ് ആ ഗയേ ഹേ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വീടുകളിലൊക്കെ ധാന്യം വന്നത്. ധുആ ഉഡാ ആങ്കൻ സേ ഊപ്പർ കൈ ദിനോं के बाद. एक बार और सुनिए. धुआं उड़ा आंकन से ऊपर कई दिनों के बाद. हाँ, धुआं, इसका मतलब क्या है? പുക. നിങ്ങൾ ചാർലിയുടെ പാഠത്തിൽ പഠിച്ചില്ലേ അത്? ആങ്കൻ മത്ലബ് കോർട്ട്യാർഡ്, മുറ്റം അല്ലേ? ആജ് കൈ ദിനോं के बाद घरों के आंगन से धुआं उड़ा है. इसका मतलब क्या है? അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് പല ദിവസങ്ങൾക്ക് ശേഷം അടുപ്പുകൾ കത്തുവാൻ തുടങ്ങി അല്ലേ? പുക വരുവാൻ തുടങ്ങി അടുപ്പുകളിൽ നിന്ന്. ഏറെ നാളുകൾക്ക് ശേഷമാണിത് സംഭവിച്ചത് അല്ലേ? ബച്ചോ, യഹാ അകാൽ കെ ബാദ് കെ സ്ഥിതി കോ കിസ് പ്രകാർ സൂചിത് കിയാ ഹേ? മാനെ ഘർ മേ കൈ ദിനോं के बाद दाने आ गए हैं. अभी चूल्हा जलने लगा है और आंगन से धुआं भी उड़ने लगा है ना. ഇപ്പോഴാണ് അടുപ്പൊക്കെ എരിഞ്ഞ് കത്തി തുടങ്ങിയത്. കാരണം ഇപ്പോഴാണ് ആഹാരവസ്തുക്കൾ കിട്ടിയത് അല്ലേ? കുറേ ദിവസം എടുത്തു അതിനു വേണ്ടി. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അകാൽ കി ഭീഷൺ ഹാലത്ത് അബി ബദൽ ഗയി ഹേ. ആ ക്ഷാമത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥ, ഭയാനകമായ അവസ്ഥ ഇപ്പോൾ കുറേശ്ശെ മാറി വരുന്നുണ്ട്. ഇവിടെ വീടുകളിൽ നിന്നും വരുന്ന പുക പുതിയ പ്രതീക്ഷ നൽകുകയാണ്. ക്ഷാമം മാറി, അടുപ്പുകളെല്ലാം കത്തിത്തുടങ്ങി. ചമക്കുടി ഘർ ബർക്കി ആങ്കേ കൈ ദിനോं के बाद. ചമക്കുടിന, ഇസ്കാ മത്ലബ് ക്യാ ഹേ? തിളങ്ങുക. കുട്ടികളെ, ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു തിളക്കം വന്നു തുടങ്ങി അല്ലേ? കുട്ടികളെ, ഇവിടെ മനുഷ്യനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ക്ഷാമത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചത് മനുഷ്യൻ മാത്രമാണോ? അല്ല. പിന്നെ ആരുകൂടി അനുഭവിക്കുന്നുണ്ട്? അതെ, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും കൂടി ആണ് അല്ലേ? ക്ഷാമം കാരണം പ്രവർത്തന നിഷ്ക്രിയരായവരെല്ലാം ഒരു പുതിയ പ്രതീക്ഷയിലിപ്പോൾ പ്രവർത്തന നിരതരാകാൻ തുടങ്ങി. ബച്ചോ, ആകെ കവി കിസ്കാ സൂചൻ കർത്തേ ഹേ? കൗവേ ने കുചലായി पंखे कई दिनों के बाद. കൗവ, ക്യാ ഹേ കൗവ? കാക്ക അല്ലേ? पंखे, ചിറക്. कई दिनों के बाद कौवे ने आज क्या किया? अपने पंख कुचलने लगी, है ना. കാക്കകളിലും ഇപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയുണ്ടായി അല്ലേ? അത് പതിയെ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കൗവേ ബി നയി ആശാ കെ സാത്ത് ആകെ ബഡ്നെ കെ ലിയെ തയ്യാർ ഹോ രഹേ ഹേ, ഹേ നാ. കുട്ടികളെ, ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇതിൽ ഒരു ഭാഗത്തും മനുഷ്യൻ കഥാപാത്രമാകുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെയും മനുഷ്യൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കവിത കൂടുതൽ കൂടുതൽ വായിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥവ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെല്ലാവരും കൂട്ടമായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണിപ്പോൾ. बच्चों, कवि ने अकाल के बाद की चित्रण कैसे किया है? घर के अंदर दाने आना. ഇതുവരെ വീടുകളിൽ ഒരു മണി ധാന്യം പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെയായി ധാന്യങ്ങൾ വരാൻ തുടങ്ങി. ഫിർ ആങ്കൻ സേ ധുആ ഉഡ്ന.
അടുപ്പുകളിൽ നിന്നും പുകച്ചുരുളുകൾ വരാൻ തുടങ്ങിയല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അടുപ്പുകളിൽ തീ കത്താൻ തുടങ്ങി. ഘർ ഘർ കി ആങ്കേ ചമക്ന, കൗവോ കാ പങ്ക് കുചലാന, യേ സബ് ഹേ നാ. ഇതിലൂടെയെല്ലാം ഇപ്പോൾ ക്ഷാമം മാറുന്നതിൻ്റെ സൂചനയാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത്. ഘർ കെ അന്തർ ദാനേ ആന, ആങ്കൻ സേ ധുആ ഉഡ്ന, घर भर की आंखें चमकना, कौओं का पंख कुचलाना. कवि ने अकाल के बाद की हालत इस प्रकार किया है. अब हम कविता की प्रासंगिकता पर टिप्पणी लिखेंगे. टिप्पणी लिखना आपको मालूम है ना? हाँ, टिप्पणी लिखते समय किन किन बातों की ध्यान देना चाहिए? ടിപ്പണി എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം നിങ്ങൾക്കറിയാമല്ലോ. കവിതാക്ക് പ്രാസംഗികത മാനെ ക്യാ ഹേ? ഈ കാലത്തിൽ ഈ കവിതയുടെ പ്രസക്തി എന്താണ്? ആനുകാലികമായി കവിതയ്ക്കുള്ള പ്രസക്തി, അതാണ് പ്രാസംഗികത. കുട്ടികളെ, ഈ കാലഘട്ടത്തിൽ ഈ കവിതയുടെ പ്രസക്തി എന്താണ്? നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ, പ്രകൃതിക്ക് വിപരീതമായി പല കാര്യങ്ങൾ ചെയ്താൽ, ക്ഷാമം, വരൾച്ച, ഗ്ലോബൽ വാർമിംഗ്, ഇങ്ങനെ പല പല വിപത്തുകൾ ഉണ്ടായേക്കാം, ക്ഷാമമുണ്ടായേക്കാം അല്ലേ. അതുകൊണ്ട് നാം ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. ബച്ചോ, ടിപ്പണി ലിഖ്തേ സമയ വിഷയ കാ പെഹചാൻ ജറൂർ ഹോനാ ചാഹിയെ. വിഷയം എന്താണ്, അതിലെ പ്രതിപാദം എന്താണെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഫിർ ആശയോं की क्रमबद्धता, फिर क्या है? उचित भाषा शैली है ना. കണ്ടെത്തിയ ആശയങ്ങൾ ക്രമമായും ഭംഗിയായും ഉള്ള ഭാഷയിൽ അവതരിപ്പിക്കണം. ടിപ്പണിക്ക് പ്രത്യേകിച്ച് ഒരു തലക്കെട്ട് കൂടി നൽകണം. नागार्जुन की कविता है अकाल और उसके बाद. इसमें वे ये दिखाना चाहता है कि अकाल का प्रभाव केवल मनुष्य पर ही नहीं पड़ता, सारे जीव जंतु इससे प्रभावित हो जाते हैं. पूरी कविता में अकाल से जुड़ी गरीबी, भूख और पीड़ा का वर्णन है. ऐसी स्थिति में कुछ दाने आने पर होने वाले परिवर्तन और उल्लास का भी चित्रण है. आज भी समाज में गरीबों के घर की दशा यही है. കുട്ടികളെ, ഇവിടെ കണ്ട മാതൃക പോലെ നിങ്ങളെല്ലാവരും ഒരു ടിപ്പണി തയ്യാറാക്കണേ. നമുക്ക് കവിത ആദ്യം മുതൽ ഒന്നുകൂടി കേൾക്കാം. अकाल और उसके बाद. नागार्जुन. कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी भीत पर चिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക്ഷീറ്റ് കൂടി തരാം. അതെല്ലാവരും ചെയ്യണേ. കാര്യപത്രിക 1. വാക്കുകളും അവയുടെ ശരിയായ അർത്ഥവും തിരഞ്ഞെടുത്ത് എഴുതുക. ദാന, പങ്ക്, ധുആ, ആങ്ക്, കുആ എന്നീ വാക്കുകളുടെ അരികിലായി തന്നിരിക്കുന്ന സ്ഥലത്ത് അവയുടെ അർത്ഥം വൃത്തത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതണം. കാര്യപത്രിക 2. सही शब्द
ചുൻകർ ലിഖോ. താഴെ കുറേ വാക്കുകളുടെ ശരിയായ രൂപവും തെറ്റായ രൂപവും തന്നിട്ടുണ്ട്. അവയിൽ ശരി ഏതെന്ന് പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിച്ച് എഴുതുക. कार्यपत्रिका 3. अकाल के समय में क्या क्या हुआ था और अकाल के बाद क्या क्या हुआ था. ക്ഷാമകാലത്തും ക്ഷാമത്തിന് ശേഷവും എന്തെല്ലാം സംഭവിച്ചുവെന്ന് നാം പഠിച്ചുവല്ലോ. അവ 2 കോളങ്ങളിലായി തരം തിരിച്ച് എഴുതുക. എല്ലാവരും എഴുതുമല്ലോ. कार्यपत्रिका 4. अकाल और उसके बाद कविता पढ़ने से हमें क्या समझ में आया. हाँ, प्रकृति की रक्षा करना हमारा कर्तव्य है. हम पेड़ पौधे लगाकर और उनकी देखभाल करके प्रकृति की रक्षा करते हैं. प्रकृति की रक्षा हमारी सुरक्षा है. इससे संबंधित एक पोस्टर बनाइए.
अगली कक्षा में फिर मिलेंगे। धन्यवाद बच्चों।